ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതവേളയിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയ ദൈവവേലക്കാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ക്രിസ്തയേശുവിൽ ഞാൻ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു തിരുവചനം ഞാൻ വായിക്കുന്നു. യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുൻപാകെ തെളിയിക്കും. അവിടെ തിരുവചനത്തിൽ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ കാണുന്നു, ദോ ഹി സ്ലേ മീ യെറ്റ് വിൽ ഐ ട്രസ്റ്റ് ഇൻ ഹിം, വിൽ ഐ ഹോപ്പ് ഇൻ ഹിം. പ്രിയമുള്ളവരെ, സകലതും ഉണ്ടായിരുന്ന ഒരു ദൈവമനുഷ്യനായി യോബ്, എല്ലാം ജീവിതത്തിൽ സ്ഥാനമാനങ്ങൾ, നന്മകൾ, സാമ്പത്തികമായ ഉറവിടങ്ങൾ സകലതും ഉണ്ടായിരുന്ന യോബ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി, ഒരു രോഗിയായി, ഒരു മുറിക്കുള്ളിൽ തൻ്റെ ഭാര്യ തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക്, തൻ്റെ വേലക്കാരില്ല, മക്കളില്ല, സ്ഥാനമാനങ്ങളില്ല, സാമ്പത്തികമായ എല്ലാ ഉറവുകളും വറ്റി തകർന്ന ഹൃദയത്തോടെ രോഗിയായി താൻ ഭവനത്തിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഉള്ള വിശ്വാസത്താൽ തൻ്റെ ഒരു പ്രഖ്യാപനമാണ് നാം ഈ പ്രഭാതത്തിൽ ധ്യാനിക്കുന്നത്. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തെ നോക്കി പലപ്പോഴും നിരാശയുടെ രോഗം വന്ന് തളർത്തി, സാമ്പത്തിക കടഭാരം കൊണ്ടുവന്ന് തളർത്തി നമ്മളെ മുന്നോട്ട് പോകുവാൻ, ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലും പലപ്പോഴും നാം പറയാറുണ്ട്, എങ്ങനെ പോകുന്നു എന്നറിയില്ല, ദൈവം നടത്തുന്നു. അതെ, ഇവിടെ യോബ് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കും, തകർന്നാലും കുഴപ്പമില്ല, രോഗിയായി മരിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് യോബ് മറ്റൊരു ഭാഗത്ത് യോബിൻ്റെ പുസ്തകത്തിൽ തന്നെ യോബ് പറയുന്നതുണ്ട്, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. ഒരു വലിയ പ്രത്യാശ, മറ്റാർക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും അനുഭവിക്കാത്ത വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു അഭിഷക്തൻ തൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ നോക്കി തൻ്റെ ഭാവിയിൽ ഇന്നുള്ള അവസ്ഥകൾ മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ വരാൻ പോകുന്ന ഭാവിയിൽ മരണത്തിലും യോബ് പറയുന്നത് എങ്ങനെയാണ്, എനിക്ക് മരണത്തിലും പ്രത്യാശയുണ്ട്. അതുകൊണ്ട് താനൊരു തീരുമാനമെടുക്കുകയാണ്, മരിക്കുവോളം എൻ്റെ നിഷ്കളങ്കത്വം ഞാൻ ഉപേക്ഷിക്കത്തില്ല. എന്ന് വെച്ചാൽ ധനവാനാകാൻ ഞാൻ കള്ളം ചെയ്യത്തില്ല, രോഗസൗഖ്യം കിട്ടാൻ കള്ളസാക്ഷ്യം പറയത്തില്ല, ഇല്ലാത്തത് ഉണ്ടാക്കി പറയുന്ന ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. എൻ്റെ മരിക്കുവോളം എൻ്റെ നിഷ്കളങ്കത്വം ഞാൻ ഉപേക്ഷിക്കത്തില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബജീവിതങ്ങളിൽ പലപ്പോഴും നാം അനുഭവിക്കുന്ന വേദനകളും കണ്ണുനീരുകളും പ്രയാസങ്ങളും നിരാശകളും അതിൻ്റെ നടുവിൽ ഒരു കുപ്പി വിഷത്തിലോ അല്ലെങ്കിൽ മദ്യത്തിലോ അല്ലെങ്കിൽ മയക്കുമരുന്നുകളിലോ ഒരുപക്ഷെ റെയിൽവേയിലോ അല്ലെങ്കിൽ ബസ്സിനടിയിലോ ചതഞ്ഞരഞ്ഞു തീരാം, ഒരു കയറിലോ അല്ലെങ്കിൽ കായലിലോ കടലിലോ വീണ് നശിക്കുന്ന എത്രയെത്ര ജീവിതങ്ങൾ നാം അനുദിനം പത്രവാർത്തകളിൽ കാണുന്നു. നാം ഞെട്ടിപ്പോകുന്നു. പക്ഷേ ദൈവം നമ്മെ നടത്തുന്നത് അപ്രകാരമല്ല, ഒരു വിശ്വാസത്താൽ. എന്താ വിശ്വാസം? പൗലോസ് പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഞാനിപ്പോൾ കാണുന്നില്ല, പക്ഷേ എനിക്കൊരു കൺഫർമിറ്റി ഉണ്ട്, ഒരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവം എന്നെ നടത്തും, എൻ്റെ ദൈവം ഈ തകർച്ച മാറ്റും, എൻ്റെ ദൈവം ഈ രോഗം മാറ്റും എന്നുള്ള അവസ്ഥകൾക്ക് വ്യതിയാനം തരും. എൻ്റെ ജീവിതത്തിൽ സകലത്തെയും ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യും. അതേ പ്രിയരെ, ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആത്മാവിൽ ഒരു ദൈവിക ആലോചന കൈമാറുന്നു. ഇന്നുള്ള അവസ്ഥകളെ മാറ്റുവാൻ നമ്മുടെ വിശ്വാസത്തിന് കഴിയും. യോബും പറയുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ വിശ്വസിക്കും, ഞാൻ അവനെ തന്നെ വിശ്വസിക്കും. പൗലോസിൻ്റെ ഒരു വാക്ക് വളരെ അർത്ഥവത്താണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു.
തൻ്റെ കഴുത്ത് വെട്ടുവാനുള്ള കത്തി തൻ്റെ തലയ്ക്ക് മുകളിൽ നാമേൻ മിന്നിക്കൊണ്ടിരിക്കുമ്പോഴും പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, എൻ്റെ വിശ്വാസം ആരിലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ദൈവിക ശുശ്രൂഷ വിട്ട് ഞാൻ പിന്മാറിപ്പോകത്തില്ല. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ഒരു വില്യം കോൾട്രിഡ്ജ് എന്ന് പറയുന്ന ഒരു മിഷണറിയെ മിഷൻ പ്രവർത്തനത്തിലേക്ക്, താൻ അറിയാത്ത ഒരു മിഷൻ പ്രവർത്തനത്തിലേക്ക് ആമേൻ തന്നെ അയച്ചിരിക്കുന്നു എന്ന് തൻ്റെ അമ്മയോട് വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അമ്മ മകന് കൊടുക്കുന്ന വാക്കിതാണ്, അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പോലെ നീ ആ ദേശത്തേക്ക് കടന്നു പോയിക്കൊള്ളുക എന്ന് വച്ചാൽ, മോനെ, നടത്തിയ ഒരു ദൈവം, മരുഭൂമിയിൽ പാറയുടെ പിളർപ്പിൽ നിന്ന് വെള്ളം ഒരുക്കിക്കൊടുത്ത ദൈവം, കാടപ്പക്ഷി ഇറക്കിയ ദൈവം നിന്നെ ആദരിക്കും, നിന്നെ സഹായിക്കും. ഒരു പിതാവിന് വരാൻ കഴിയത്തില്ല നിങ്ങളുടെ വേദനയുടെ നടുവിൽ, ഒരമ്മയ്ക്ക് ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല, ഒരു ഡോക്ടറിന് പരിമിതികളുണ്ട്. ആമേൻ. സാമ്പത്തികമായ സഹായങ്ങൾക്ക് പരിമിതികളുള്ള അവസ്ഥയുടെ നടുവിലും യോബ് പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ തന്നെ കാത്തിരിക്കും. അല്ല, ഞാൻ എൻ്റെ ദൈവത്തിൽ തന്നെ പ്രത്യാശ വയ്ക്കും. ആരിലാണ് നാം പ്രത്യാശ വയ്ക്കുന്നത്? ഞാൻ വായിച്ച ഒരു പുസ്തകത്തിലെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. പേർഷ്യൻ ഭരണാധികാരികളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഭരണം കാഴ്ചവെച്ച ഒരു ചക്രവർത്തിയായിരുന്നു ഷാ എന്ന് പറയുന്ന മനുഷ്യൻ. താൻ രാജസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ കാണുന്നതിനേക്കാൾ വലിയ പ്രത്യാശ ഒരു ചെറിയ മുറിക്കകത്ത് നിന്ന് പുറത്തു വരുമ്പോൾ തൻ്റെ മുഖത്ത് കാണുമായിരുന്നു. മന്ത്രിമാർക്കും സദസ്സുകൾക്കും ആശ്ചര്യം. എത്ര ദുഃഖത്തോടെ രാജാവ് രാജധാനിക്കകത്തിരുന്നാലും ആ മുറിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഭയങ്കര തേജസ്സാണ്, ഭയങ്കര സന്തോഷവാനായിട്ടാണ് ആ മുറിയിൽ നിന്ന് രാജാവ് പുറത്തു വരുന്നത്. ആർക്കും രഹസ്യം രാജാവിനോട് ചോദിക്കാൻ കഴിയത്തില്ല. രാജാവ് മരിച്ചു. ആ മുറി പരിശോധിക്കാൻ അടുത്ത ചക്രവർത്തി ആജ്ഞ പുറപ്പെടുവിച്ചു. ആ മുറി പരിശോധിച്ചപ്പോൾ കാണുവാൻ കഴിഞ്ഞ രണ്ട് കാര്യങ്ങൾ: ഒരാട്ടിടയൻ്റെ വസ്ത്രം, ആടുകളെ മേയ്ക്കുന്ന കോലും. ഈ രാജാവ് മുൻപ് ഒരാട്ടിടയനായിരുന്നു. താൻ ഇന്ന് എത്ര ഉന്നതനായി തീർന്നാലും താൻ ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ദുഃഖം തന്നെ തകർത്ത് കളയാതെ, അവിശ്വാസം തന്നെ മൂടിക്കളയാതെ, നിരാശ തളം കെട്ടാതെ തന്നെ പ്രത്യാശവാനാക്കിയത് ആ മുറിക്കകത്ത് കയറുമ്പോൾ താൻ കാണുന്നത്, എവിടെ നിന്നാണ് എന്നെ ഈ സ്ഥാനത്തേക്ക് ഉയർത്തിയത്? എവിടെ നിന്നാണ് ഇത്രയും സമ്പന്നനാക്കിയത്? എവിടെ നിന്നാണ് ഈ രാജ്യം എൻ്റെ കാൽ കീഴിലാക്കി തന്നത്? താൻ പറയും, ആ മുറിക്കകത്ത് കയറുമ്പോൾ ഞാൻ എന്നെ തന്നെ ഓർക്കുകയാണ്. നാം കേട്ടിട്ടില്ലേ, എത്രയോ കൊട്ടാര സദൃശ്യമായ ഭവനങ്ങളുടെ മുൻപിൽ ചെറിയ ചെറിയ കുടിലുകൾ അവർ നശിപ്പിച്ചു കളയാതെ ചില ഭവനക്കാർ, ചില മാതാപിതാക്കൾ സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സൂക്ഷിക്കുന്നത്? പ്രിയമുള്ളവരെ, ഞങ്ങൾ ഉയർന്നത്, ഞങ്ങൾ ഉയർച്ച പ്രാപിച്ചത് ഈ കുടിലിൽ നിന്നാണെന്ന് ഞങ്ങളുടെ വരും തലമുറ അറിയണം. അവർ ഒരിക്കലും ചിന്തിക്കരുത് എല്ലാം ഉണ്ടായിരുന്ന ഒരപ്പൻ്റെ മക്കളാണെന്ന്. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ നിരാശ വന്നവരായി, രോഗം ബാധിച്ചവരായി, സാമ്പത്തിക തകർച്ച വന്നവരായി നാം ആയിരിക്കുമ്പോൾ അടുത്തൊരു തലമുറയെ നോക്കി, അല്ല, അടുത്തൊരു തലമുറ പറയട്ടെ, എൻ്റെ പിതാവ് വളരെ വിശ്വസ്തനായിരുന്നു, വളരെ വിശ്വാസത്തിൽ അടിയുറച്ച മനുഷ്യനായിരുന്നു. നമുക്ക് നമ്മുടെ ഞാനെന്ന ഭാവങ്ങളെല്ലാം തകർന്നുടയാൻ, ഞാൻ ആരായിരുന്നു, ഞാൻ എന്തായിരുന്നു, ഞാൻ ഏത് കുടുംബത്തിൽ ജനിച്ചവനാണ്, എന്നെ അവിടെ നിന്നെല്ലാം വെട്ടിയെടുത്ത് ആമേൻ ആ ഖനിയ ഗർഭത്തിലേക്ക്, വെട്ടിയെടുത്ത പാറയിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ കഴിയട്ടെ. ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമായി, അനുഗ്രഹമായി, വിശ്വാസത്തിൻ്റെ പുതിയ തളിർപ്പുകൾ, നാമ്പുകൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകട്ടെ. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച്
ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കണമേ. ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഇന്നുള്ള അവസ്ഥകളുടെ നടുവിൽ കൃപ ദൈവം പകരുന്നവനായി സ്തോത്രം. അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം തരുന്നവനായി നന്ദി കർത്താവേ. അങ്ങയുടെ പൊന്നുകരം ഞങ്ങളുടെ മേൽ വയ്ക്കും. അങ്ങ് ഞങ്ങളെ നടത്തും, അത്ഭുതം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.